ഇൻസ്പെക്ഷൻ. അപ്പോൾ എന്താണ് ഇൻസ്പെക്ഷൻ നോക്കാം. ഇൻസ്പെക്ഷൻ ഇസ് എ പ്രോസസ് ഓഫ് ചെക്കിംഗ് ദ അക്സെപ്റ്റബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. അതായത് ഒരു പ്രോഡക്റ്റ് അക്സെപ്റ്റബിൾ ആണോ ഇല്ലയോ. അപ്പോൾ അത് ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല ക്വാളിറ്റി ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അക്സെപ്റ്റൻസിനനുസരിച്ച് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുക. ഇൻസ്പെക്ഷൻ എന്താണ് ഇൻസ്പെക്ഷൻ നോക്കാം. ഇൻസ്പെക്ഷൻ ഇസ് എ പ്രോസസ് ഓഫ് ചെക്കിംഗ് ദ അക്സെപ്റ്റബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം അക്സെപ്റ്റബിൾ ആണെന്ന് ചെക്ക് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്പെക്ഷൻ സെപ്പറേറ്റ് ദ ഡിഫക്റ്റീവ് വൺസ് ഫ്രം നോൺ ഡിഫക്റ്റീവ് ഐറ്റംസ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇൻസ്പെക്ഷൻ നമുക്ക് വേർതിരിച്ച് അറിയിക്കുന്നു. അതായത് ഏതൊക്കെയാണ് ഡിഫക്റ്റീവ് പാർട്സ്, അതുപോലെ ഏതൊക്കെയാണ് നോൺ ഡിഫക്റ്റീവ് പാർട്സ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ലൊക്കേറ്റ്സ് ദ ഡിഫക്ട്സ് ഇൻ ദ ഐറ്റം ആൻഡ് ഓൾസോ കോസസ് ഓഫ് ഡിഫക്ട്സ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിനകത്ത് എവിടെയൊക്കെയാണോ ഡിഫക്റ്റ് ഉള്ളത് അതൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നു. അതേപോലെ എന്തൊക്കെയാണ് ആ ഡിഫക്റ്റിൻ്റെ കോസസ് അതൊക്കെ അനലൈസ് ചെയ്യുന്നു. ഇതാണ് ഇൻസ്പെക്ഷൻ. ഇനി ഇൻസ്പെക്ഷൻ്റെ ടൈപ്സ് ഓഫ് ഇൻസ്പെക്ഷൻ എന്തൊക്കെയാണ്? ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ മെയിനായിട്ട് 3 ടൈപ്പ് ഇൻസ്പെക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഫ്ലോർ ഇൻസ്പെക്ഷൻ. ഫ്ലോർ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയാണോ, ഇപ്പോൾ ഒരു ലെയ്ത്തിൻ്റെ കേസാണ്, ലെയ്ത്തിനകത്ത് ടേണിങ് ചെയ്യാണ്. അപ്പോൾ ടേണിങ് ചെയ്യുന്ന സമയത്ത് ആ ടേൺഡ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ അവിടെ തന്നെ പോയി ചെക്ക് ചെയ്യുന്നു, ആ ലെയ്ത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇതാണ് പെർഫോംഡ് അറ്റ് ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് പെട്രോളിംഗ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും, അവർ ചെന്ന് ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഫ്ലോർ ഇൻസ്പെക്ഷൻ എന്ന് പറയാം. ഇനി സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട്, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ 1-2 സ്ഥലങ്ങളിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഈ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ടാവും. മെയിനായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സെൻട്രലൈസ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. അവിടേക്ക് ഓരോ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്ത ഓരോ പ്രോഡക്ട്സിനെ നമ്മൾ കൊണ്ടുവരുന്നു. അതിൻ്റെ കുറച്ച് സാമ്പിൾസ് നമ്മൾ എടുക്കുന്നു, ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫങ്ഷണൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, നമുക്ക് പ്രോഡക്റ്റിൻ്റെ മെയിൻ പർപ്പസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെയിൻ ഫങ്ഷൻ ഉണ്ടാവും. ആ ഫങ്ഷൻ എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളത്, പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഒരു മോട്ടറിൻ്റെ കേസിൽ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് റൊട്ടേറ്റ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ സ്പീഡ്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ പറഞ്ഞ RPM അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ ടാക്കോമീറ്ററോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ആ കേസിൽ നമ്മൾ അതിൻ്റെ RPM ആയിരിക്കും മെയിനായിട്ട് നോക്കുക. അല്ലാണ്ട് ഇപ്പോൾ അതിൻ്റെ പെയിൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം മെയിനായിട്ട് ഉള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു. അതാണ് ഫങ്ഷണൽ ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഇൻസ്പെക്ഷൻസാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ, ഇൻസ്പെക്ഷനും ക്വാളിറ്റി കൺട്രോളും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇൻസ്പെക്ഷൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻ. ഇനി പിന്നെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷനിൽ ഇറ്റ് ഫൈൻഡ് ഔട്ട് വെദർ ദ പ്രോഡക്ട്സ് ആർ അക്സെപ്റ്റബിൾ ഓർ നോട്ട്. അതൊരു പ്രോഡക്റ്റ് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്ന് മാത്രമേ ഇൻസ്പെക്ഷനിൽ നോക്കുന്നുള്ളൂ. പക്ഷേ ക്വാളിറ്റി കൺട്രോളിൻ്റെ കേസിൽ എന്താണ്, ഇറ്റ് എയിംസ് അറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി പ്രോഡക്ട്സ്. ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് എത്രത്തോളം വരുന്നുണ്ടെന്ന് നോക്കുന്നു, ഇല്ലെങ്കിൽ അത് ക്വാളിറ്റി പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ക്വാളിറ്റി കൺട്രോളിൽ ചെയ്യുക. ഇനി ഇൻസ്പെക്ഷനിലാണെങ്കിൽ കൺസേൺ വിത്ത് ദ ഡിറ്റക്ഷൻ ഓഫ് ഡിഫക്ട്സ്. ജസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യത്തേ ഉള്ളൂ, ഡിഫക്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ക്വാളിറ്റി കൺട്രോൾ ആകുമ്പം എന്താണ്, അതിനെ പ്രിവെൻറ്റും കൂടെ ചെയ്യുന്നു. ഇനി ഇൻസ്പെക്ഷൻ്റെ കേസിൽ കറക്റ്റീവ് ആക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ കറക്റ്റീവ് ആക്ഷനെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ ക്വാളിറ്റി കൺട്രോൾ ആണെങ്കിൽ എന്താണ്, ഇങ്ങനൊരു എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കറക്റ്റീവ് ആക്ഷൻസും അതേപോലെ പ്രിവെൻഷനും അതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഇൻസ്പെക്ഷനിൽ ഡസ് നോട്ട് കൺട്രോൾ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ക്വാളിറ്റി കൺട്രോൾ ആണെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് പറയുന്നത്.
ഇനി മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞായിരുന്നു. ഇൻസ്പെക്ഷന് 2 ടൈപ്പ് ഇൻസ്പെക്ഷനുണ്ട്. 100% ഇൻസ്പെക്ഷനും അതേപോലെ സാമ്പിളിംഗ് ഇൻസ്പെക്ഷനും. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 100% ഇൻസ്പെക്ഷൻ. 100% ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇത് മെയിൻലി കുറച്ച് പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു 10-20 എണ്ണമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസിബിളാണ്. അതായത് 20 പ്രോഡക്റ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ 20 പ്രോഡക്റ്റിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു. അതിനാണ് നമ്മൾ 100% ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത് മെയിൻലി നോൺ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. നോൺ ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്പെക്ഷന് ശേഷം അത് കേടായി പോകുന്നില്ല. കാരണം ഇപ്പം ഒരു 10 പ്രോഡക്റ്റ് ഉണ്ട്, ആ 10 പ്രോഡക്റ്റിനും ടെൻസൈൽ ടെസ്റ്റ് നടത്തുകയാണെന്ന് കരുതുക. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് അല്ല, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് നടത്തുകയാണെന്ന് കരുതുക. 10 പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ 10 ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഒരു ഗുണമില്ലാണ്ടായി പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ഇപ്പം ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. കഴിഞ്ഞ സെമ്മിലൊരു സബ്ജക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുവഴി ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത് അതിനകത്ത്. ഇനി ഓരോ പീസും ഇതിനകത്ത് 100% ഇൻസ്പെക്ഷനാണ്. അപ്പോൾ എല്ലാ പീസും എന്താണ് സെപ്പറേറ്റ്ലി ഇൻസ്പെക്റ്റഡ്, റിക്വസ്റ്റ് മോർ നമ്പർ ഓഫ് ഇൻസ്പെക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ എല്ലാ 100%ഉം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ലേബേഴ്സിൻ്റെ എണ്ണം കൂടുതൽ വേണ്ടി വരും. ഇനി അടുത്തത് സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ. സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ മെയിൻലി നമ്മൾ പറഞ്ഞു എന്താണ്, കുറേ പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടെ ചെക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, അതേപോലെ ലേബേഴ്സ് ഉണ്ടാവില്ല, അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റാൻഡമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ നമ്മൾ സാമ്പിൾസ് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ സാമ്പിൾ, ഒരു 10 എണ്ണമുള്ള ഒരു ലോട്ട് അല്ലെങ്കിൽ ഒരു 20 എണ്ണമുള്ള ഒരു ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയും. അങ്ങനെ ഒരു സാമ്പിൾ എടുക്കുന്നു, ആ സാമ്പിളിലുള്ളതിനെ ഇൻസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതാണ് ഡ്രോയിങ് സാമ്പിൾസ് ഫ്രം എ ബാച്ച് ഓർ ഓൺ എ റാൻഡം ബേസിസ്. ഇപ്പോൾ ഒരു റാൻഡമായിട്ട് നമുക്ക് കുറച്ച് സാമ്പിൾസ് നമ്മൾ എടുക്കുന്നു. ഇതിനാണ് നമ്മൾ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻസ് എന്ന് പറയുക. ഇനി ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് പല ടൈപ്പ്, 4 ടൈപ്പ് സാമ്പിളിംഗ് ആണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ റാൻഡം സാമ്പിളിംഗ്. ആ പേര് പോലെ തന്നെ എന്താണ്, ഒരു സാമ്പിൾ നമ്മൾ എടുത്തെങ്കിൽ അതിനകത്തുനിന്ന് ആ സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഉണ്ടാവില്ല. അപ്പം റാൻഡമായിട്ട് തോന്നിയ പോലെ ഒരു 3 എണ്ണം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു 10 എണ്ണം എടുക്കുന്നു. അതിനെയാണ് നമ്മൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ടമുണ്ട്, അതിനെ നമ്മൾ കുറച്ച് സ്ട്രാറ്റാസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ആ ഓരോ ഗ്രൂപ്പിൽ നിന്നും കുറച്ച് സാമ്പിൾസ് നമ്മൾ എടുക്കുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു K2ൻ്റെ റിസൾട്ട് അനാലിസിസ് നടത്താണ്. നമ്മൾ നടത്തുന്നത് ഇപ്പോൾ നോർത്ത്, സൗത്ത്, അതേപോലെ മിഡിൽ എന്ന് പറഞ്ഞ് 3ആയിട്ട് നമ്മൾ തിരിക്കുന്നു. ഇപ്പോൾ നോർത്തിൽ വരുന്ന മലബാർ റീജിയൻ കുറച്ച് പോർഷൻ, സൗത്തിലുള്ള തിരുവനന്തപുരം, കൊല്ലം ആ റേഞ്ചിലുള്ള കുറച്ച് കോളേജസ്, ഇനി മിഡിലുള്ള തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കുറച്ച് സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെ 3 സ്ഥലങ്ങളിലെയും കുറച്ച് സാമ്പിൾസ് നമ്മൾ എടുക്കുന്നു. അപ്പം ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 3 സ്ഥലത്തുനിന്നും നമ്മൾ എടുക്കുന്നുണ്ട്, റാൻഡമായിട്ട് സാമ്പിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് സാമ്പിളിങ്ങിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയും. ഇനി ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് പോലെ തന്നെ കുറേ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് ക്ലസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. പല ക്ലസ്റ്റേഴ്സായിട്ട് നമ്മൾ തിരിക്കുന്നു. അതിനുശേഷം എല്ലാ ക്ലസ്റ്ററും നമ്മൾ എടുക്കുന്നില്ല, കുറച്ച് ക്ലസ്റ്റേഴ്സ് മാത്രം നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ മാത്രമാണ് നമ്മൾ ഒപ്പീനിയൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്പെക്ഷനാണ് നമ്മൾ നടത്തുക. അതിനാണ് നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയും. ഇനി ലാസ്റ്റ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ നമ്മൾ എടുക്കുന്നു, റാൻഡമായിട്ട് എടുക്കുന്നു, ബാക്കിയുള്ളതെല്ലാം ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ക്ലാസ്സിൻ്റെ ഒരു മാർക്കിൻ്റെ ഒരു പല ടൈപ്പിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു
100 കുട്ടികളുണ്ടെന്ന് കരുതുക. അപ്പം ഒരു കുട്ടിയുടെ മാർക്ക് നമ്മൾ എടുക്കുന്നു. പിന്നെ നമ്മൾ പറയുന്ന ഒരു 5 റോൾ നമ്പറിന് ശേഷമുള്ള ഒരു കുട്ടി, അപ്പോൾ 6ാമത്തെ റോൾ നമ്പർ, പിന്നത്തെ എന്തായിരിക്കും വരിക,